നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ വലിയ പ്രയാസമാണോ മലയാള സിനിമയിൽ? നല്ലൊരു നടിക്ക്, പ്രത്യേകിച്ചും ദിവ്യ പ്രഭയെ പോലെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് കാലാന്തരത്തിലാണ് തെളിഞ്ഞു വരുന്നത്. പക്ഷെ അവസരങ്ങളാണ് ഒരു ആളെ വലിയ നടിയാക്കുന്നത് അല്ലേ? അതെ അതെ അതെ, ഉറപ്പായിട്ടും. അത്ര എളുപ്പമാണോ ഇപ്പം? അത്ര എളുപ്പമല്ലാന്ന് തന്നെയാ തോന്നുന്നത്. ഇപ്പൊ ആ ട്രാക്കിലേക്ക് വന്നെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, അതിനൊരു നല്ല സ്ക്രിപ്റ്റുകൾ സംഭവിക്കണം, അത് നമ്മളിലോട്ട് വരണം. അത് ഇതിഹാസം കഴിഞ്ഞിട്ട് ഞാൻ സീരിയൽ ചെയ്തു. കാരണം അത് കഴിഞ്ഞ് കുറേ നാള് എനിക്ക് ഓഫർ ഒന്നും വന്നിട്ടില്ല. അപ്പം ഉറപ്പായിട്ടും അത് ജോലി കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കെ രാജീവ് സാറിന്റെ സീരിയലിൽ നിന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ സീരിയലുകളൊക്കെ പണ്ട് കാണാറുണ്ടായിരുന്നു. അപ്പം എന്തായാലും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ബോബി ആൻഡ് സഞ്ജയ് ആയിരുന്നു അതിന്റെ സ്റ്റോറി. ആ എക്സ്പീരിയൻസ് ഇപ്പൊ ഒരുപാട് എപ്പിസോഡുള്ള സീരിയലിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അഭിനയിക്കുമ്പോൾ അത് നമ്മുടെ അഭിനയത്തെ ശക്തമാക്കിയോ അതോ അതൊരു ബോറിംഗ് ഇതായിട്ട് തോന്നുന്നു? ഒരുപാട് നാൾ ഒരു കഥാപാത്രത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധാരണമായിട്ടുള്ള ഒരു ബോറിംഗ് ഉണ്ടായിരുന്നു. എന്നാലും ചെറിയ ടെക്നിക്കാലിറ്റിയും ഇതിന്റെ വേറൊരു സൈഡ് ഉണ്ടല്ലോ, അങ്ങനെ സംഭവങ്ങളൊക്കെ കുറച്ച് പഠിക്കാൻ പറ്റി. ലേണിങ്ങും അൺലേണിങ്ങും ഒക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ടെലിവിഷനിൽ പിന്നീട് കണ്ടിന്യൂ ചെയ്ത ഏതെങ്കിലും സീരിയൽ അഭിനയിച്ചോ? ഇല്ലില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് ആണ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ മൂവിയുടെ ഓഡീഷൻ വിളിക്കുന്നത്. ഈ അപർണ എന്നുള്ള കഥാപാത്രത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു. അതെ അതെ അതെ. അത് പക്ഷേ ഒരു വലിയൊരു കോൺഫിഡൻസ് തന്നില്ലേ? അത് ഈ പരിപാടി എനിക്ക് എന്നെ കൊണ്ട് പറ്റുമായിരിക്കും എന്നൊക്കെ തോന്നിപ്പിച്ചു. അതിനുശേഷം ടേക്ക് ഓഫിൽ സെലക്ട് ആയ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇൻഡസ്ട്രിയുടെ അകത്തുനിന്നും ഒക്കെ നല്ല ടേക്ക് ഓഫിലെ കഥാപാത്രം എന്ന് പറയാൻ പാർവതി തിരുവോത്തിന്റെ ഫ്രണ്ടായിട്ട് നേഴ്സായിട്ട് തന്നെ. അത് പ്രത്യേകിച്ച് മഹേഷ് നാരായണനെ പോലെ ഒരു ഡയറക്ടറോടൊപ്പം ആദ്യമായിട്ട് പ്രവർത്തിച്ച ആ ചിത്രത്തിൽ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് ആക്ച്വലി ഇതിന് ഫിക്സ് ചെയ്യാം എന്നൊക്കെ തോന്നിയ ഒരു സിനിമ തന്നെ നോക്കാം എന്നൊക്കെ തോന്നിയ ഒരു നിമിഷം. കാരണം സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് റീഡിംഗ് സെക്ഷനും അത് ഈ സിനിമയും കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഭയങ്കര റിസർച്ച് ഒക്കെ ചെയ്തിട്ട് ഒരു സിനിമ ചെയ്യാന്ന്. അപ്പം അത് എനിക്ക് വേറൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു മൂഡും ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ഒക്കെ എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഞാൻ സംവിധായകനോട് നമുക്ക് എന്തും സംസാരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെ അതെ അതെ. നമ്മൾ പലപ്പോഴും പല സിനിമകളുടെ അഭിനയിക്കുമ്പോൾ പോലും നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഒരു സ്പേസ് നമുക്ക് തരുന്നില്ല. നമ്മൾ അവര് പറയുന്നത് പോലെ അവര് എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത്. അങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് ആ ഒരു സ്പേസ് തോന്നിയില്ല. നമുക്കൊരു സ്പേസ് നമുക്ക് തോന്നുമല്ലോ, ഓക്കെ ഇദ്ദേഹത്തിനോട് ചോദിക്കാം എന്നുള്ളത്. അത് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. മഹേഷ് നാരായണന്റെ ആ ഒരു ടേക്ക് ഓഫ് ശരിക്കും ദിവ്യ പ്രൊഫൈലെ നടിയുടെ ഒരു ടേക്ക് ഓഫ് ആയിരുന്നു തോന്നുന്നു. അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഒരുപാട് അവസരങ്ങളും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ വിളിച്ച് ഇൻഡസ്ട്രിയുടെ അകത്തുനിന്ന് തന്നെ വിളിച്ച് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് തമാശ എന്നുള്ള ചിത്രത്തിലെ ബബിത ടീച്ചർ, എനിക്ക് തോന്നുന്നു അതും വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. അതിലേക്ക് എങ്ങനെ വന്നത്? അത് ഓഡീഷൻ തന്നെയാണ്. ഓഡീഷനിൽ എല്ലാ ഓഡീഷനിലും പങ്കെടുക്കാറുണ്ട്. ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ടോ? ഇപ്പൊ റീസെന്റ് എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഓഡീഷൻ ഉണ്ടെങ്കിൽ ഞാൻ പോകും, മടിയൊന്നുമില്ല. കാരണം ഓഡീഷൻ ചെയ്തിട്ട് നമ്മൾ അതിൽ ചെയ്യുമ്പം ഓഡീഷൻ ഇല്ലാണ്ടും ഞാൻ ചെയ്യും. പക്ഷെ ഓഡീഷൻ എടുക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഇഷ്ടമുള്ള ആള് തന്നെ.